ക്ഷണിച്ചോളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ രാവിലെ കാലം ഇവിടെ രാവിലെയാണ്, പല ടൈം സോണിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എങ്കിലും ആമേൻ സ്തോത്രം, ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ദൈവമായ കർത്താവ് എനിക്കൊരു അവസരം ഒരുക്കി തന്നതോർത്ത് എന്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് പ്രിയ കത്രിദാസി ഫേബ വർഗീസ് കത്രിദാസിയോടും ആമേൻ ഇതിലായിരിക്കുന്ന അനവധി ദൈവദാസിമാരുണ്ട്, ദൈവമക്കളുണ്ട്, പ്രായമായവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ആമേൻ സ്തോത്രം. പ്രിയ ദേവദാസി എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഈ കഴിഞ്ഞ 3 ദിവസമായി, ഇന്ന് ഞാൻ ഫാസ്റ്റിങ്ങോട് കൂടെയാണ്, 3ാമത്തെ ദിവസമാണ്. ആമേൻ സ്തോത്രം. ചില വിഷയങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുന്നു. ആമേൻ സ്തോത്രം. കർത്താവ് ആമേൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം പ്രത്യേകിച്ച് ആമേൻ വർഷിപ്പ് ചെയ്ത പ്രിയ ജിറ്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചില മീറ്റിങ്ങുകളിലൊക്കെ ആ മകളോടൊപ്പം ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ആമീൻ ഒരു അഭിഷേകത്തോടു കൂടെ പാടുന്ന ഒരു ദൈവദാസിയാണ്. ആമീൻ തന്റെ മകളാണ്. ആമീൻ ആ മീറ്റിംഗ് എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ആമീൻ ഞാൻ ഇത്രയും സമയം ഇവിടെ ഇരിക്കുമ്പോഴും ആത്മാവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇരുന്നത്. ഇതിനകത്ത് പ്രിയ കത്രിദാസി പറഞ്ഞതുപോലെ തുടക്കം മുതൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലത്തെ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹമായി തീരും. നമ്മുടെ ഭാരം അറിയുന്ന, നമ്മുടെ വേദന അറിയുന്ന, നമ്മുടെ രോഗം അറിയുന്ന, നമ്മുടെ കഷ്ടങ്ങൾ അറിയുന്ന, നമ്മളെ നന്നായി അറിയുന്ന ഒരു കർത്താവിന്റെ പാദപീഠത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എല്ലാവരെയും ഒന്നും നന്നായിട്ട് അറിയാൻ കഴിയത്തില്ല. ആമേ ഭാര്യയ്ക്ക് ഭർത്താവിനെ നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയത്തില്ല, ഭർത്താവിന് ഭാര്യയെ നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയത്തില്ല, മക്കളെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മെ നന്നായി അറിയുന്ന ഒരുവന്റെ പാദപീഠത്തിലാണ് നമ്മൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. ആമേ നിങ്ങൾ ആയിരിക്കുന്ന ടൈം സോണിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. ഇന്ന് പകൽക്കാലം നമ്മളെ ശക്തീകരിക്കും. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കും. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ആമേ സ്തോത്രം. നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തപ്പെട്ടു നിൽക്കുകയാണ്. എല്ലാറ്റിന്റെയും, 1 പത്രോസിൽ പറയുന്നത് പോലെ, എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കാൻ, നിർമ്മതരായിരിക്കാൻ. കാരണം ആമേ സ്തോത്രം, ഇന്ന് ആമേ രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ എല്ലാവരും കേട്ട് കാണും. തിരുവനന്തപുരം വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മകൻ ആമേ സ്തോത്രം ഒരു പിതാവിനെ വെട്ടിക്കൊന്നത്. ആമേ സ്തോത്രം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഭാരമുണ്ടായി. അതൊരു പെന്തക്കോസ് കുടുംബത്തിലാണ് സംഭവിച്ചതെന്നുള്ള ആമേൻ സ്തോത്രം വലിയൊരു ദുഃഖം നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥനയിൽ എവിടെ ആയിരിക്കുന്നു? നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞൊരു ദൂതുണ്ട്. ആമേ സ്തോത്രം, നിങ്ങൾ മക്കളെ ചൊല്ലി കരയുവിൻ. ആമേ സ്തോത്രം. ആമേൻ. വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറ നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ നല്ലതാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മളെ വിട്ട് മാറിക്കഴിയുമ്പോൾ, അവരെ നയിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ അറിയാതിരിക്കുമ്പോൾ, നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇതിനെയൊക്കെയും നമുക്ക് പിടിച്ചെടുത്ത് മടക്കിയെടുത്ത് ആമേ ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം സഹോദരിമാരായ നമ്മൾ ജീവിതത്തിനകത്ത് വലിയൊരു ഉത്തരവാദിത്വം കൂടെ ഇന്ന് പകൽക്കാലം ദൈവമായ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. എന്തിനു മുടക്കം വന്നാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരിക്കലും മുടക്കം വരുത്തരുത്. പ്രത്യേകിച്ച് സഹോദരിമാർ, പ്രായമുള്ള മാതാക്കൾ. ആമേൻ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആമേൻ മാതാക്കൾ ഉണ്ടായിരുന്ന കാലം ഇന്ന് നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ. ആമേ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയാം. അതുകൊണ്ട് പ്രിയ ആമേ സ്തോത്രം, നമ്മളെല്ലാവരും അമ്മമാരാണ്. ആമേൻ. നമ്മൾക്കെല്ലാം മക്കളുണ്ട്, കൊച്ചുമക്കളുള്ളവരുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മൾ വേദനയോടെ പറയട്ടെ, നമ്മൾ പ്രാർത്ഥനയിലേക്ക് ഉണർന്നേ മതിയാവൂ. ആമേ സ്തോത്രം. കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുകയാ. പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ ആമേൻ ആൾബലം കൊണ്ടോ ഒന്നും രക്ഷിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ആമേ സ്തോത്രം, നമ്മൾ ആമേ പ്രാർത്ഥനയിൽ ശക്തിപ്പെടട്ടെ. ഈ മീറ്റിംഗ് അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ. ആമേ ചിലതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു പ്രയർ മീറ്റിംഗ് ആയിട്ട് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തീർക്കട്ടെ. ഇതിനകത്തുള്ളവരെ ആത്മാവ് ശക്തീകരിക്കട്ടെ. സഹോദരിമാരെ, നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ ഇന്ന് പകൽക്കാലം ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ മുന്നോട്ട് കാലുകൾ വെക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് ശക്തിപ്പെടാം. പ്രാരംഭമായി ദൈവം നൽകിയ ഒരു ആലോചനയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. ആമേൻ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആമേൻ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം ആമേൻ 21-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം.
ആമേൻ അനന്തരം സ്തോത്രം. യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഈ മീറ്റിങ്ങോടുള്ള ബന്ധത്തിൽ ചില വചനങ്ങളൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ട്. ദൈവാത്മാവ് എങ്ങനെയാണോ നയിക്കുന്നത്, ആമേൻ പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കും. നിങ്ങളുടെ വിഷയത്തെ ആത്മാവ് തൊട്ടുണർത്തും. നിങ്ങൾക്ക് അറിയിക്കേണ്ട ആലോചന ദൈവാത്മാവ് നിങ്ങളോട് കൈമാറും. എന്നാൽ എല്ലാവരെയും കവർ ചെയ്ത് എനിക്ക് ഇതിനകത്ത് ഒക്കത്തില്ല. എന്നാൽ ദൈവാത്മാവ് ഇടപെടുന്നവരോട് കൃത്യമായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ആരാഗ്രഹത്തോടെ ഇരിക്കുന്നു അവരെ ഇന്ന് പകൽക്കാലം ആത്മാവ് ബലപ്പെടുത്തി ഇതിനകത്ത് അയക്കും. ആമേൻ സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം നമ്മൾ പലപ്പോഴും ആമേൻ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ആമേൻ വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ സ്തോത്രം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. പ്രിയ ദൈവമക്കളെ, എന്താണ് സാറായോട് അരുളി ചെയ്തത്? നമുക്ക് ആമേൻ സ്തോത്രം ഇതിന്റെ ആമേൻ സ്തോത്രം 18-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ആമേൻ സ്തോത്രം. സാറ ആമേൻ അബ്രഹാം ആമേൻ ആമേൻ മമ്രയുടെ തോപ്പിൽ ആമേൻ സ്തോത്രം അവിടെ ആമേൻ കൂടാരത്തിൽ താൻ ഇരിക്കുമ്പോൾ 3 പുരുഷന്മാർ അവിടേക്ക് കടന്നു വരിക. താൻ അവരെ ആമേൻ സൽക്കരിച്ചു, അവരെ സ്വീകരിച്ചു. ആമേൻ സാറ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ ഭക്ഷിച്ചു പാനം ചെയ്ത് പോകാറാകുന്ന സമയത്ത് കൂടാരവാതിക്കൽ മറഞ്ഞു നിന്ന സാറയെ വിളിച്ചിട്ട് ആമേൻ ചോദിക്കാണ്, നിന്റെ ഭാര്യയായ സാറ എവിടെയെന്ന് ചോദിച്ചിട്ട് സാറയോടൊരു ദൂത് വിളിച്ചു പറയുക. സാറ അബ്രഹാമിനോടല്ല ദൂത് കൈമാറിയത്, സാറയോട് ദൂത് വിളിച്ച് പറയുകയാണ്. ആമേൻ സ്തോത്രം. ഞാൻ ആമേൻ 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. ആമേൻ സ്തോത്രം. ഈ ഒരു കാര്യമാണ് സാറയോട് പറഞ്ഞത്. പ്രത്യേക ഡേറ്റിൽ വർഷത്തിൽ പറഞ്ഞു 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. ആമേൻ സ്തോത്രം. സാറയോട് പറയുമ്പോൾ സാറ വാതിക്കൽ നിന്ന് ചിരിക്കുക. ആമേൻ. നമ്മളൊക്കെ നമ്മളോട് ദൂത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അകത്ത് ചിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അകത്ത് പറയും, കർത്താവേ ഇത് നടക്കുമോ, ഇതിനുള്ള സാധ്യതയുണ്ടോ? ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട്, ഞാനിവിടെ പകൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ പകലെന്നങ്ങ് പറഞ്ഞു പോകുന്നത്. ആമേൻ സ്തോത്രം. പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് വ്യക്തമായിട്ട് പറയുക, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. വർഷങ്ങളായി എന്നോട് പറഞ്ഞ ചില വാഗ്ദത്തം കിടപ്പുണ്ട്. ആമേൻ. എന്റെ മകളോട് പറഞ്ഞ വാഗ്ദത്തം കിടപ്പുണ്ട്, എന്റെ ശുശ്രൂഷയോട് പറഞ്ഞ വാഗ്ദത്തം കിടപ്പുണ്ട്. പക്ഷെ കർത്താവേ, നീ ഇതുവരെയും എന്റെ വിഷയത്തിനകത്തോ ഒന്ന് കരം നീട്ടിയില്ലല്ലോ, എന്റെ വിഷയത്തെ ഒന്ന് തൊട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന അനേക ചോദ്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൂത് പറയുക. പക്ഷെ ഇവിടെ സാറ ചിരിച്ചു. സാറ ഉള്ളിൽ ചിരിക്കാൻ കാരണമുണ്ട്. ആമേ സ്തോത്രം. നമ്മൾ സഹോദരിമാരായതുകൊണ്ട് പറയാം, ആമേ സ്ത്രീകൾക്കുള്ള പതിവ് അവൾക്ക് നിന്നിരുന്നു. അവളുടെ ആമേൻ മെഡിക്കൽ പരമായി നോക്കിയാൽ അവൾ വാർദ്ധക്യത്തിലെത്തി. അവളുടെ ജീവിതത്തിൽ ഒരു തലമുറയുടെ സാധ്യതകൾ മുഴുവൻ അസ്തമിച്ച് കിടക്കുക. ഒരു പ്രതീക്ഷകൾ അവളുടെ ജീവിതത്തിനകത്തില്ല. ഇന്ന് നിങ്ങളോട് പറയുന്ന ഇത് നിങ്ങളുമായി വിഷയത്തോട് ബന്ധപ്പെട്ടിയാണ് ആത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, സാറ അവിടെ നിന്ന് ചിരിക്കുമ്പോൾ ഇത് കർത്താവ് കണ്ടു. അവിടെ വന്ന ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തന്നെയാണ്. 3 പേരാണ് അവിടേക്ക് കടന്നു വന്നത്. നമ്മുടെ ഉള്ളറിയുന്നവൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഉള്ളറിയുന്ന ഒരുവൻ, നിങ്ങൾ കൂടാരവാതിക്കൽ ഇരിക്കുന്നത് പോലെ നിങ്ങളുടേതായ റൂമിനകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളറിയുന്നവൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം പറയുക, ഞാൻ നിങ്ങളെ നന്നായി അറിയുന്നുണ്ട്. ആമേൻ. നിങ്ങളുടെ അകത്തുള്ള വ്യസനം ഞാൻ അറിയുന്നുണ്ട്, നിങ്ങളുടെ മനോഭാരം ഞാൻ അറിയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വാചകം അറിയുന്നുണ്ട്. ആമേൻ. നിങ്ങൾ ബന്ധപ്പെട്ട് ഈ മീറ്റിങ്ങിനകത്ത് കയറിയത് ഞാൻ അറിയുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയുക, ആമേൻ, നിങ്ങൾ ചിരിക്കണ്ട സാറേ, നീ ചിരിക്കണ്ട. ആമേൻ സ്തോത്രം സ്തോത്രം. പറയുന്നവൻ ഒരു മടയനല്ല പറഞ്ഞത്. ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ സ്തോത്രം. ആമേൻ. ഒരു ബുദ്ധിയില്ലാത്ത ഒരാളല്ല പറഞ്ഞത്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, സകലത്തെ ഉളവാക്കാൻ കഴിവുള്ളവൻ, ഒരു വാക്കുകൊണ്ട് സകലത്തെ സൃഷ്ടിക്കുന്നവൻ. ആമേൻ സ്തോത്രം. സകലത്തിന്റെ സർവ്വ അധികാരി. ആമേൻ. ഇന്ന് രാവിലെ നമ്മളോട് വിളിച്ചു പറയുക, നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ സന്ദർശിക്കുന്ന സമയത്തിലേക്ക് നിങ്ങൾ ഇന്ന് പകൽക്കാലം എത്തപ്പെട്ടുകൊണ്ടിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.
ആരും ഉറങ്ങിയിരിക്കരുത്. നിങ്ങളുടെ അവിടെ ഉറങ്ങുന്ന ടൈം ആയിരിക്കാം, പക്ഷെ ഉറങ്ങിയിരിക്കരുത്. ആത്മാവിൽ ഉണർന്നിരുന്നോ. ആമേൻ. ദൈവാത്മാവ് നമ്മളെ ശക്തീകരിക്കും. വലിയൊരു ദൈവത്തിന്റെ അഭിഷേകം ഇതിനകത്ത് ഒഴുകുന്നുണ്ട്. ആത്മാവിന്റെ ചലനം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇന്ന് ആമേൻ ദൂത് കേൾക്കുമ്പോൾ തന്നെ എവിടൊക്കെ സ്റ്റക്കായി കിടക്കുന്ന വാക്തത്വങ്ങൾ ഉണ്ടോ അത് ചലിക്കുന്ന രാമേ ദിവസങ്ങളാണെന്ന് ആത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു. നിമ്മി ജോസ് പ്രാർത്ഥിച്ചോ മകളെ? ദൈവാത്മാവ് പറയുന്നു നിന്റെ മേൽ കിടക്കുന്ന ഒരു ദർശനമുണ്ട്, നിന്റെ മേൽ കിടക്കുന്ന ഒരു വിളിയുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നീ ഏറ്റെടുത്ത് പ്രാർത്ഥനയിൽ ഉണർന്നോ. കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞ പല വിഷയത്തിന് ഞാൻ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തതിന്റെ മറുപടിയാ നീ ഇന്ന് അനുഭവിക്കുന്ന പലതുമെന്ന് ആത്മാവ് നിന്നോട് ദൂത് പറയുക. പക്ഷെ ഈ ദിവസങ്ങളിൽ നീ എഴുന്നേറ്റ് പ്രകാശിച്ചോ, നീ എഴുന്നേറ്റ് പ്രകാശിച്ചോ. അകത്ത് കിടക്കുന്ന വിളി എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എഴുന്നേറ്റാൽ നിന്നിലൂടെ ചില ദൈവപ്രവൃത്തി എനിക്ക് വെളിപ്പെടുത്താനുണ്ട്. നീ കരയുന്ന ചില വിഷയങ്ങളെ ഞാൻ തൊടും, ചില വാക്തത്വത്തെ തൊടും മകളെ, ചില വിഷയത്തിന്റെ മറുപടി ഞാൻ തൊടും. ഈ വർഷം ആമേൻ 6 മാസത്തിന് അകം വെച്ച് നിന്റെ ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ തൊടുന്ന ദിവസങ്ങളാണെന്ന് നീ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരുന്നു. നീ ചില അത്ഭുത സാക്ഷ്യത്തിന്റെ ഉടമയാക്കി നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, വാക്തത്വം പറഞ്ഞവൻ അവിടെ നിന്നുകൊണ്ട് അവളുടെ ഉള്ളത്തെ കണ്ടുകൊണ്ട് സംസാരിക്കുക. സാറേ നീ ചിരിക്കണ്ട, ആമേൻ. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്നൊരു ദൂത്, മെയിൻ ഒരു ദൂത് ഇതാണ്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ചൂടമാനവശം നമുക്ക് നോക്കുമ്പോൾ കഴിയത്തില്ല പ്രിയ ദൈവമക്കളെ, നമ്മളെ കൊണ്ട് അസാധ്യമാ പ്രിയ ദൈവമക്കളെ. നിയമത്തെ മാറ്റാൻ കഴിവുള്ളവൻ. ആമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേ കാരാഗൃഹത്തിന്റെ വാതിൽ തുറക്കുവാൻ കഴിവുള്ളവൻ, അഖിലാണ്ടത്തിന്റെ ഉദയവൻ, ആകാശത്തെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുവാൻ കഴിവുള്ളവൻ. യോശുവയുടെ ഒരു വാക്കിനു മുമ്പിൽ സൂര്യനും ചന്ദ്രനും നിൽക്കേണ്ട താഴ്വരകളിൽ നിർത്തിയവൻ ഇന്ന് പകൽക്കാലം പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഒരു വാക്കിന് വിലയുണ്ട്, പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ആമേ റീകമ സഖാതിനിയ ലഖതോ നിയാം തെരേ. പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. ആമേ സ്തോത്രം. പരിശുദ്ധാത്മ പറയുന്നു, ഈ ടൈമിനുള്ളിൽ നിന്റെ ചോദ്യത്തിനും ഉത്തരത്തിനും അകത്തുള്ള ടൈമിങ്ങിൽ കർത്താവിന് നമ്മളെ പ്രിപ്പറേഷൻ ചെയ്തെടുത്ത അവന്റെ അനോയിന്റ്മെന്റിൽ കയറ്റുവാൻ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പണിപ്പുരശാലയാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അകത്തുള്ള ടൈം എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുക. വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ആമേ പേരസിസ്റ്റേ കർത്തൃദാസി ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത ഒരു എസ്റ്റേറിനെ പോലെ പലതും ശ്രേഷ്ഠതകൾ പറയാനുള്ളപ്പോൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് എന്റെ പദ്ധതിക്ക് വേണ്ടി നീ താണിറങ്ങി വന്നത് ഉടറവച്ചാരമന് ഒരു കൂട്ടത്തെ വിടുവിച്ചെടുക്കാന്, ഒരു വംശത്തെ വിടുവിച്ചെടുക്കാന്, ഹാമാന്റെ കഴുകുമരത്തിനകത്ത് നിന്ന് ചിലതിനെ പുറത്തെടുക്കുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുമ്പോൾ മകളെ, ഈ ദിവസങ്ങളിൽ നീ പിന്നെ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടോ. വാക്തത്വം നിവർത്തി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലുണ്ട്. നീ നിൽക്കുന്ന ഇടത്ത് പലപ്പോഴും പല വെല്ലുവിളികൾ കടന്നു വന്നെങ്കിലും തകർന്നു പോകാതെ ഒരുമനപ്പെട്ട് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച പല രാത്രിയുടെ യാമങ്ങളെ ആത്മാവ് കാണുക. ഈ ദിവസങ്ങളിൽ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവിന്റെ ദാസിയോട് പറയുക. ഒരു ഹാഗർ കരഞ്ഞതുപോലെ നീ കരഞ്ഞ ചില വിഷയങ്ങളുണ്ട്. പക്ഷെ അവിടൊക്കെ അസാധ്യമെന്ന് വിധി എഴുതി. പക്ഷെ ആ സ്ഥാനത്തൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, പലതിലും പിടിച്ചു കയറി. ഓ റിഖമദന, ദാവീദ് പറഞ്ഞതുപോലെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെന്നു, ദൈവത്താൽ മതിൽ ചാടിക്കടങ്ങും. നീ ഒരു യോസഫിനെ പോലെ വാക്തത്വമുള്ളവള.
ബാല്യം മുതലേ ഒരു വെളിപ്പാട് നിന്റെ അകത്ത് കിടപ്പുണ്ട്. നിന്നെ തെരഞ്ഞെടുത്ത എനിക്ക് ഒരു ഉദ്ദേശമുണ്ട്. യോസഫിനെ മാനിച്ചതുപോലെ ഞാൻ പിന്നെയും മാനിച്ച് അനേക ഇടത്ത് ക്ഷാമമുണ്ടാകുമ്പോൾ ഉടമൻ അനേകരെ വിളിച്ചു ചേർത്ത് അവർക്ക് ആത്മീയ ക്ഷാമത്തിന്റെ ആഹാരം പകർന്നു കൊടുക്കുക. ഞാൻ നിന്റെ കുടുംബത്തെ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്റെ ദാസിയോട് ദൂത് പറയുന്നു. വെല്ലുവിളിയുണ്ട്, ഭാരപ്പെടരുത്. പരിശുദ്ധാത്മാവ് നിലനിർത്തും. പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അത്ഭുതങ്ങൾ കാണും. ഈ ദിവസങ്ങളിൽ ശക്തിപ്പെട്ടോ, ഒരു ദെബോരെ പോലെ എഴുന്നേറ്റോ. നിന്റെ താഴ്മ, നിന്റെ വിനയം നിന്നെ ചില ഇടങ്ങളിൽ ഉയർത്തുമെന്ന് ആത്മാവിന്റെ ദാസിയോട് ഇടപെടുന്നു. പല വാക്കുകൾ കേൾക്കുമ്പോൾ നീ മൗനമായി കരഞ്ഞവള, പല വാക്കുകൾ കേൾക്കുമ്പോൾ മാറിപ്പോയിരുന്ന് നിലവിളിച്ച അവസ്ഥ നിന്റെ മുൻപിലുണ്ട്. പക്ഷെ അവിടൊക്കെയും നിനക്ക് ഉയർന്ന ചില സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് ആത്മാവ് വ്യക്തമായി ഇടപെടുന്നു. പിന്നെ പ്രാർത്ഥനയെ ശക്തിപ്പെടട്ടെ. എന്റെ കരം കൂടെ ഇരുന്ന് ഞാൻ ബലപ്പെടുത്തും. ഭയപ്പെടേണ്ട. ചില സാത്താനിക പോരുകൾ കുടുംബത്തിനകത്ത് ശാരീരിക മേഖലകളിൽ വെല്ലുവിളിച്ച്, തലമുറകൾക്കകത്ത് വെല്ലുവിളിച്ച് പോരടിക്കുന്ന ചില പോരുകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ എടുത്തു മാറ്റി ചില ദൈവ പ്രവൃത്തിയുടെ ആഴങ്ങൾ കണ്ട് സന്തോഷിക്കുവാൻ, ഭയപ്പെടുന്നതൊന്നും ഭവിക്കാതെ വേണം കർത്താവ് നിലനിർത്തിക്കൊള്ളുമെന്ന് എന്റെ ദാസിയോട് പ്രാരംഭമായി ദൈവാത്മാവ് ആലോചന അറിയിക്കാം. പ്രിയ ദൈവമക്കളെ, ഇവിടെ പരിശുദ്ധാത്മാവ് പറയാണ്, ഈ സാറ ചിരിച്ചപ്പോൾ പറഞ്ഞു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആമേ സ്തോത്രം. ആമേ പറഞ്ഞു. ആമേ സ്തോത്രം. ഇത് മനുഷ്യനല്ല പറഞ്ഞത്. ആ പറഞ്ഞ 21 നമ്മൾ കാണുന്നത് ആമേ സ്തോത്രം. ആമേൻ സ്തോത്രം. അനന്തരം ആമേൻ പറഞ്ഞ ആ സമയത്ത് സാറയെ ആമേ സ്തോത്രം യഹോവ അരുളി ചെയ്ത പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആമേ സ്തോത്രം. താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയ്ക്ക് ആമേ സ്തോത്രം വാഗ്ദത്തം ചെയ്തത് നിവർത്തിച്ചു കൊടുത്തു. ആമേ സ്തോത്രം. അവനോട് ആമേ 2ാമത്തെ വാക്യം, അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക്, ആമേൻ, അബ്രഹാമിനോട് ഒരവധി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അവധിക്ക് ആമേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ വേടൊക്കെ ഭയങ്കര ആമേൻ ഇമ്പോർട്ടന്റ് വാക്ക. അവധിക്ക് ആമേ സ്തോത്രം. ആമേൻ സ്തോത്രം. സാറ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. നമ്മൾ ബൈബിൾ വായിച്ചു വിടുകയില്ല. അത് ആത്മാവിൽ നമ്മളോട് വചനം സംസാരിച്ചു കൊണ്ടിരിക്കും, നമ്മളോട് ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ അവധിക്ക് ഇന്ന് നിങ്ങളോട് പറയാം, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിന് നിങ്ങൾ കരയുന്നുണ്ടായിരിക്കാം. കർത്താവെ, എത്ര നാളായി ചില വാഗ്ദത്തങ്ങൾ എന്നോട് പറഞ്ഞിട്ട്, എന്റെ ജീവിതത്തോട് പറഞ്ഞിട്ട്, ചില മേഖലകൾക്കകത്ത് ഞാൻ ആയിരിക്കുന്നു, എന്നാൽ എന്റെ വിഷയത്തിനകത്ത് എനിക്ക് വ്യക്തമായ ഒരു റിസൾട്ട് കാണാൻ കഴിയുന്നില്ല കർത്താവ് എന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് നിങ്ങളോട് ദൂത് പറയാ, അവധിക്ക് കർത്താവ് വെച്ചിരിക്കുന്ന അവധിക്ക്. ആമേ സ്തോത്രം. എലിസബത്തിനോടും ആമേ സ്തോത്രം സക്കറിയാവിനോടും ആമേ ദൂത് പറഞ്ഞിട്ട് ആമേൻ അത് വിശ്വസിക്കാതിരുന്നപ്പോൾ തക്ക സമയത്ത് കർത്താവിന്റെ അവധി ഏതൊക്കെ തക്ക സമയത്ത് ആമേ സ്തോത്രം അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ ആ ബലമുള്ള കൈക്കീഴി നമ്മൾ താണിരിക്കുവിൻ. ദൈവം ഒരു ആലോചന പറഞ്ഞാൽ ആ ടൈമിനു വേണ്ടി പ്രാർത്ഥനാ മുറിയിൽ കാത്തിരിക്കുന്നതിന് പകരം നമ്മൾ പിറുപിറുത്ത്, മടുത്ത്, ക്ഷീണിച്ച്, തളർന്ന്, നിരാശപ്പെട്ട്, വേദനപ്പെട്ട് ആമേൻ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞ് പുസ്തകം ആമേ പ്രാർത്ഥനാ വിഷയം മടക്കി വെച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നവരോട് ദൈവാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയാ, ഏത് പ്രസൻസിലാണ് കർത്താവ് എന്ന് നിങ്ങളോട് ആലോചന അറിയിച്ച ദൂതുമായി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ കാണേണ്ട സ്ഥാനത്ത് നിങ്ങൾ കാണാതിരുന്നാൽ അതുകൊണ്ടാ പറഞ്ഞത് ഒരുങ്ങിയിരിക്കുക. ആമേ സ്തോത്രം. എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. ഇത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലും ഇത് തന്നെ. ഒരുങ്ങിയിരിക്കുക. ആമേൻ. ഒരുങ്ങിയിരിക്കുക. ആമേ സ്തോത്രം. വാഗ്ദത്തം, ആ വാഗ്ദത്തം നിറവേറാൻ കിടപ്പുണ്ട്. നമ്മളോട് വ്യക്തിപരമായി പറഞ്ഞ വാഗ്ദത്തം നിറവേറാൻ കിടപ്പുണ്ട്. ലോകത്തോടെല്ലാം വിളിച്ചു പറഞ്ഞൊരു വാഗ്ദത്തം നിറവേറാൻ കിടപ്പുണ്ട്. ആമേൻ. അതിനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക. ആമേൻ. അതാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ദൈവം നമ്മൾക്ക് ഒരുക്കി തന്നത്. അത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൊറോണ സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിന്മേൽ നമ്മൾക്ക് ആമേൻ മീറ്റിങ്ങുകൾക്ക് പോകാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൂം മീറ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വീട്ടിനകത്തിരുന്ന് കേൾക്ക
രക്ഷിക്കപ്പെടുവാൻ എത്രമാത്രം വചനങ്ങൾ, എത്രമാത്രം ആലോചനകൾ ദിനംതോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, ഇതെപ്പോഴും ലഭിക്കുമെന്ന് ചിന്തിക്കരുത്. വചനത്തെ സംഗ്രഹിച്ച്, ദൂതിനെ സംഗ്രഹിച്ച് കിട്ടുന്ന സമയത്തക്കത്തിൽ കയറിയിരുന്നു. ഇന്ന് ചിലപ്പോൾ ഈ മീറ്റിംഗ് തീർന്നതിനകം വെച്ച് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ റിസൾട്ടുമായി ഒരു ദൂതൻ നിന്റെ ഭവനത്തിൽ കയറി വരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ചിലരുടെ ശരീരത്തിൽ ദൈവത്തിന്റെ കരം തൊടും, ചില രോഗത്തിൽ ദൈവത്തിന്റെ കരം തൊടും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൽ ദൈവത്തിന്റെ കരം തൊടും. എഴുന്നേൽക്കുവാനോ നിൽക്കുവാനോ കഴിയാത്തതുപോലെ ശാരീരിക ദണ്ഡനങ്ങൾ അനുഭവിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാ പറയുന്നു, ഞാൻ നിങ്ങളെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞവൻ ശക്തീകരിക്കുവാൻ മതിയായവനാ. വിശ്വാസത്തോട് ദൂതേറ്റെടുത്തോ. ചില രോഗ സൗഖ്യം ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ കൽപ്പിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി കിടന്ന് അയ്യം വിളിക്കുന്നത് പോലെ വിളിക്കുന്ന ചിലരുടെ കിടക്കറകളെ പരിശുദ്ധാത്മാവ് കാണുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചിലരുടെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക. അരുളി ചെയ്തതുപോലെ അവൻ നിങ്ങളെ സൗഖ്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തെ വന്ന് സന്ദർശിക്കുമെന്ന് ഇന്നത്തെ മീറ്റിംഗിൽ എന്നെ ഒന്ന് തൊടണമേ കർത്താവേ, നിന്റെ വചനം എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരോട് ദൈവാത്മാ പറയുന്നു, നിങ്ങളുടെ ശരീരത്തെ വന്ന് അവൻ സ്പർശിക്കും. നിങ്ങളുടെ ശരീരത്തെ വന്ന് അവൻ സ്പർശിക്കും. ഒരിക്കലും എനിക്ക് ചിക്കൻ ഗുനിയ പിടിച്ച് ഞാൻ തീരെ കിടപ്പില്ലായി. സ്തോത്രം. അവിടെ ഉള്ളവരെല്ലാം മെഡിസിന് കടന്നുപോയി. ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയമാണ്. സ്തോത്രം. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ മെഡിസിന് പോത്തില്ല, ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ തീരെ കിടപ്പ് എടുത്തടിക്കുന്ന പോലെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി, പനി കൂടി. സ്തോത്രം. പലവിധമായ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടെ ആയിട്ടും ഞാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല. പക്ഷേ ഞാൻ കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെങ്കിൽ എന്റെ ശരീരത്തിൽ അതെനിക്ക് തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു, എന്റെ പനി വിയർത്ത് ഞാൻ നല്ലതുപോലെ വിയർത്ത് കിടന്നാൽ ഞാൻ വിശ്വസിക്കും എന്റെ യേശു എന്നെ തൊട്ടതാണെന്ന്. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ കിടന്നു. പ്രിയ ദൈവമക്കളെ, എഴുന്നേക്കാൻ കഴിയത്തില്ല, ഭയങ്കര വേദന. ചിക്കൻ ഗുനിയയുടെ എല്ലാ കാര്യങ്ങളും എന്റെ ശരീരത്തിലുണ്ട്. പക്ഷേ ദൈവമക്കളെ പറയട്ടെ, സ്തോത്രം. അന്ന് ആ കിടക്കയിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ശരീരത്തിലേക്ക് ഒരു തീ വന്നടിച്ചു. സ്തോത്രം. ഞാൻ വിയർക്കാൻ തുടങ്ങി. സ്തോത്രം. കിടക്ക വിട്ട് ഞാൻ എഴുന്നേറ്റു. പക്ഷെ ഇന്ന് പലർക്കും മുട്ടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ട്. ദൈവകൃപയാൽ മുഴങ്കാലിൽ ഇരുന്ന് ആരാധിക്കുന്നതിന് പോലും ഒരു കുഴപ്പമില്ലാതെ എന്റെ കർത്താവിനെ നടത്തി. ഞങ്ങൾ 2 പേരാണ്. ഞങ്ങളായിരുന്ന സ്ഥാനത്ത് ഒരു പ്രായമുള്ള അമ്മച്ചിയും ഞാനും മാത്രമേ മെഡിസിന് പോകാതിരുന്നുള്ളൂ. ദൈവം നമ്മളെ സൗഖ്യമാക്കും. ദൈവം നമ്മളെ സൗഖ്യമാക്കും. വിശ്വാസത്തോടെ പറ, അപ്പ എന്നെ ഈ മീറ്റിംഗിൽ ഒന്ന് തൊടണമേന്ന്. ഇന്ന് അരുളി ചെയ്ത പോലെ എന്നെ ഒന്ന് സന്ദർശിക്കണേ കർത്താവേന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങി വന്ന് നിങ്ങളുടെ ശരീരത്തെ തൊടും. ഡോക്ടർ പറഞ്ഞതല്ല, മെഡിസിൻ അല്ല, ഇതൊക്കെ ഇവിടുത്തേതാ. പക്ഷെ നമ്മുടെ ദൈവം വലിയ ക്യാപ്സ്യൂളായ ദൈവത്തിന്റെ വചനത്തെ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ വിഷയത്തെ തൊടുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൂത് പറയുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കൂടാരത്തിന്റെ മറവിലിരുന്ന് സാറ ചിരിച്ചതുപോലെ ഒരു ചിരിയുള്ള മകനെ സാറയ്ക്ക് കൊടുത്തു. ഈസഹാക്ക് എന്ന വാക്കിന്റെ അർത്ഥം ചിരി എന്ന. എനിക്ക് വാർദ്ധക്യത്തിൽ ഒരു ചിരി ഉണ്ടാക്കി. അസാധാരണമായ വിടുതൽ ദൂത് ഏറ്റെടുത്തോണം കേട്ടോ. ചില കരയുന്നവർക്ക് ഒരു ചിരി ഉണ്ടാക്കാൻ സമയമായി. തലമുറയെ ചൊല്ലി കരയുന്നില്ലേ? ചില ഭാരപ്പെടുന്ന ചില വിഷയമില്ലേ? ചിരി ഉണ്ടാകാൻ സമയമായി. ആരും അറിയാതെ കണ്ണുനീര് ആലയത്തിൽ ചെന്നിരുന്ന് തുടയ്ക്കുന്നില്ലേ? ആരും കാണാതെ ബാത്റൂമിൽ കയറി നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നില്ലേ? നീ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിന്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ ഒഴുകാറില്ലേ? ആത്മാവ് പറയുന്നു, നീ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ണുനീർ ഒഴുകാറില്ലേ? എലിയാമ്മ ഫിലിപ്പോസ് കത്രിദാസി, ദൈവാത്മാവ് പറയുന്നു, എന്റെ ദാസിയെ ഉടമന ഒത്തിരി കണ്ണുനീര് തുടച്ച് നിന്നെ ഞാൻ നിർത്തിയ ദൈവമാണെന്ന് ആത്മാവിന്റെ ദാസിയോട് ആലോചന അറിയിക്കുക. ശക്തമേറിയ ഒരു ദൈവപ്രവൃത്തി മുൻപിലുണ്ട്.
വർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വലിയ അഭിഷേകത്തിന്റെ ഉടമയാണെന്ന് ആത്മാവിന്റെ ദാസിയെ കുറിച്ച് ആലോചന അറിയിക്കുന്നു. മകളെ കൂറിവികറതുനമ ആദരകടകറകത്തുന പ്രാർത്ഥന മുറിക്കകത്ത് പല ദർശനങ്ങൾ നിന്റെ അകത്ത് കിടപ്പുണ്ട്. അടറക്കത്തുന ബൗക്സസിയ ഒരു ടൈം കഴിയുമ്പോൾ നീ എഴുന്നേറ്റിരുന്ന് ചില ദേശങ്ങൾക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി നീ കരയുന്ന ചില കരച്ചില്, ചില വ്യക്തികളെ ഓർത്ത് കരയുന്ന കരച്ചില്, ശൂന്യതയുടെ വേലസ്ഥലങ്ങളെ ഓർത്ത് നീ ഇടിവിൽ നിൽക്കുന്ന ചില കരച്ചില് ഞാൻ കണ്ടിട്ട് ചില ഉത്തരം തരുന്ന ദൈവമാ. മകളെ പ്രാർത്ഥനയ്ക്കകത്ത് നിനക്കൊരു ഉത്തരം തന്ന് ചില വാതിലുകളെ ഞാൻ തുറക്കുമെന്ന് ആത്മാവിന്റെ ദാസിയോട് ദൂതറിയിക്കുന്നു. കൂടെ പറക്കറ്റുന ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ കടന്നു പോകുന്ന ഏത് മേഖലയിലും ഞാൻ നിന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ദൈവം പറയുന്നു. ചെങ്കടലാണോ അതിനകത്ത് പാതയുണ്ട്, യോർദാനാണോ അതിനകത്ത് നിനക്കൊരു വഴിയുണ്ട്, ആമേൻ അഗ്നിക്കകത്താണോ അതിനകത്ത് നിനക്കൊരു വാതിലുണ്ട്. ഞാൻ നിന്നെ നടത്താൻ വിശ്വസ്തന. ഒത്തിരി ദുഃഖങ്ങൾ, ഒത്തിരി മാറയുടെ അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ തീരുമാനത്തെ മുറുകെ പിടിച്ച് പലതിലും നിന്നത് ഇന്ന് ജീവിതത്തിനകത്ത് ഒരു വിജയത്തിന്റെ കൊടി പിന്നെയും കാണിച്ചുകൊണ്ട് നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കുമെന്ന് പിന്നെ പരിശുദ്ധാത്മാവ് ഇടപെടുക. ശരീരത്തെ തളർത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന, ബലഹീനപ്പെടുത്തുന്ന ചില ദുഷ്ടന്റെ ദേശത്തിന്റെ ചില പോരുകൾ തന്റെ ദാസിയുടെ മേഖലകളിൽ നിന്ന് അഴിഞ്ഞു മാറി തന്റെ മകളുടെ മേൽ ഒരു ആത്മാവിന്റെ ശക്തിയുടെ ചലനം ഇന്ന് പകൽക്കാലം തന്റെ ശരീരത്തിന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. കാൽമുട്ടുകൾക്ക് ബലഹീനത ഇടുന്നത് പോലെ, ശരീരത്തിന് ബലഹീനത ഇടുന്ന പോലെ ബലഹീനത ഇടുന്ന എല്ലാ മേഖലകളും കർത്താവ് ഇന്ന് എടുത്തു മാറ്റി തന്റെ ദാസിയുടെ മേൽ ഒരു പുതിയ ബലം കർത്താവ് കൽപ്പിക്കുമെന്ന് ആത്മാവ് വ്യക്തമായിട്ടും ഇടപെടുക. പ്രാർത്ഥനയോടെ പിന്നെയും ദൈവസന്നിധി ഒരു സമർപ്പണത്തോടെ ദിവസങ്ങളായിരുന്നു ദൈവം വൻകാര്യം തന്റെ ദാസിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്തു തരുമെന്ന് ആത്മാവിന്റെ ദാസിയോട് ആലോചന അറിയിക്കുക. പ്രിയ ദൈവമക്കളെ, അങ്ങനെ അവൾക്കൊരു ചിരി ഉണ്ടാക്കി കൊടുത്തു. വാർദ്ധക്യത്തിൽ യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആമേ പ്രിയ ദൈവമക്കളെ, ഇതോടുള്ള ബന്ധത്തിൽ തന്നെ ആമേ സ്തോത്രം, ആമേ നമുക്കറിയാം, ആമേ സ്തോത്രം, മനോഹയുടെ ഭാര്യയോട് ദൈവം വന്ന് സംസാരിച്ചു. ആമേൻ അവളോട് സംസാരിച്ചു, നീ മച്ചിയ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആമേ സ്തോത്രം. ആ മകനെ കുറിച്ച് പറഞ്ഞ ചില ദൂതുകളുണ്ട്. സഹോദരിമാരായ നിങ്ങളോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ചില ദൂതുകൾ വ്യക്തമായിട്ട് നിങ്ങളോട് ദൈവാത്മാവ് കൈമാറുക. ആമേ സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ദാൻ ഗോത്രത്തിലുള്ളവനായി സോരാത്തിനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്നു പേർ. അവന്റെ ഭാര്യ മച്ചിയായിരുന്നുകൊണ്ട് പ്രസവിച്ചില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി. ഇത് മനോഹയോടല്ല ദൂത് പറഞ്ഞത്, സ്ത്രീയോടാ ദൂത് പറഞ്ഞത്. പ്രിയ ദൈവമക്കളെ, ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് പകൽക്കാലം കർത്താവ് ഈ മെസ്സേജ് തന്നതിന്റെ ഉദ്ദേശം സഹോദരിമാരായ നമ്മൾ ദൈവശബ്ദം കേൾക്കുവാൻ തയ്യാറായിക്കൊള്ളുക. ഭർത്താവിനോട് സംസാരിക്കുന്നതിനേക്കാൾ, മക്കളോട് സംസാരിക്കുന്നതിനേക്കാൾ ചില ദൈവശബ്ദം കേൾക്കുവാൻ സഹോദരിമാരെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ചെവി യഹോവയിലേക്ക് ചായിച്ചു കൊടുക്കുക. യഹോവയ്ക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ആമേ സ്തോത്രം. സഹോദരിമാരെ, നമ്മളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. കാരണം നീ ആ ചില ദുഃഖം അനുഭവിക്കുന്ന, നീ ആ ചില വ്യസനം അനുഭവിക്കുന്നത് കൂടെയുള്ള വീട്ടുകാർക്ക് പലപ്പോഴും ആ വ്യസനത്തിന്റെ ആധിക്യം അറിയാതിരിക്കുമ്പോൾ, കൂടെ നടക്കുന്നവർക്ക്, കൂടെ ആമേൻ ഇരിക്കുന്നവർക്ക് ആ വ്യസനത്തിന്റെ ആധിക്യം അറിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയാ, നിങ്ങളുടെ വ്യസനത്തിന്റെ ആഴത്തെ കാണുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് വ്യക്തമായിട്ട് ഇടപെടുക. ആമേ സ്തോത്രം. നിങ്ങളോട് ഒരു ശബ്ദം കേൾപ്പിക്കാനുണ്ട്. എത്ര പേര് ഇന്ന് ആഗ്രഹിക്കുന്നു, കർത്താവേ, എന്റെ ഭർത്താവിനോട് സംസാരിച്ചല്ല ശബ്ദം ഞാൻ കേൾക്കേണ്ടത്, എന്റെ മക്കളോട് സംസാരിച്ചല്ല കേൾക്കേണ്ടത്, ഇന്നൊരു പ്രവാചകിലൂടെ കേൾക്കുന്നതല്ല, എനിക്ക് വ്യക്തിപരമായ ഒരു ദൈവ ശബ്ദം കേൾക്കണം. ഞാൻ ഓർക്കുന്നത് മനോഹയുടെ ഭാര്യ പ്രാർത്ഥിക്കുന്നവളായിരുന്നിരിക്കാം. അക്സൻ അവൾ മച്ചിയാണെങ്കിലും അവൾ പ്രാർത്ഥിക്കുന്നവളായിരുന്നു. അവളുടെ വിശ്വാസം. ആമേൻ സ്തോത്രം. അവളോട് ദൈവം വന്ന് പ്രത്യക്ഷനായി, ദൂതൻ വന്ന് പ്രത്യക്ഷനായി അവളോട് പറയാണ്, ആമേൻ, നീ മച്ചിയായിരിക്കുന്നത് കൊണ്ട്, ആമേൻ സ്തോത്രം, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും.
ചിലരോട് ദൂത് പറയാ കേട്ടോ, വാക്തത്വം ഏറ്റെടുത്തു. സൂസൻ ജേക്കബ്, ആമേൻ, ബറോഡ, ദൈവാത്മാ പറയുന്നു, മകളെ വാക്തത്വം ഏറ്റെടുത്തോ, വാക്തത്വം ഏറ്റെടുത്തോ. ഒരു ദൈവ പ്രവൃത്തി നിന്റെ മുൻപിലുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ചില പൂട്ടുകൾ തുറക്കുന്ന ചില മേഖലകൾ നിന്റെ മുൻപിൽ വെളിപ്പെടുവാൻ സമയമായി. കർത്തൃദാസിയെ ദൈവാത്മാ പറയുന്നു, പ്രാർത്ഥനയിൽ നീ കരയുന്ന ചില വിഷയമുണ്ട്. കർത്താവേ, എന്റെ ഈ വിഷയത്തെ ഒന്ന് അറിയാൻ എനിക്ക് ആരുമില്ലല്ലോ, എന്റെ ഈ വേദന ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് ആരുമില്ലല്ലോ, എന്റെ ഈ പ്രശ്നത്തെ എനിക്കൊന്ന് പറയാൻ ആരുമില്ലല്ലോ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വ്യസനം അറിഞ്ഞ്, നിന്റെ വിഷയം അറിഞ്ഞ് നിന്റെ അടുക്കൽ വന്ന് നിനക്കൊരു ഉത്തരം തരുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം പറയാൻ, നീ ധൈര്യപ്പെട്ടിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. ആഴത്തിൽ പൂട്ടിയ വിഷയത്തെ, ആഴത്തിൽ താഴിട്ട് പൂട്ടിയ മേഖലയെ ഞാൻ നിനക്ക് വേണ്ടി തുറന്നു തരുവാൻ വിശ്വസ്തന. ഒത്തിരി നിന്ന വഹിച്ചവള, ഒത്തിരി ചോദ്യചിഹ്നത്തെ നീ കണ്ടതാ. പക്ഷെ നിന്റെ വിഷയത്തിനകത്ത് ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചില റിസൾട്ട് തരും. ഈ ദിവസങ്ങളിൽ ഉണർന്നിരിക്കട്ടെ, പ്രാർത്ഥനയെ ശക്തിപ്പെടട്ടെ, ആത്മാവിൽ ബലപ്പെടട്ടെ. വാക്തത്വത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു കൊള്ളുവാൻ ആത്മാവിന്റെ ദാസിയോട് ദൂതറിയുന്നു. വാക്തത്വത്തെ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്താൽ ചില റിസൾട്ട് ദാസി വരുന്ന 3 മാസങ്ങൾക്കകം വെച്ച് ആത്മാവിന്റെ ദാസിക്ക് വേണ്ടി തുറന്നു തരുമെന്ന് എന്റെ ദാസിയോട് ദൈവാത്മാവ് ദൂതറിയിക്കുന്നു. ക്ഷണത്തിലല്ലയോ യഹോവ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആമേൻ, ഉണർന്നിരിക്കുവാൻ ദൈവാത്മാ പറയാ. ഇവിടെ പറയാണ്, നീ ഇതുവരെ പ്രസവിച്ചിട്ടില്ലല്ലോ, നീ മച്ചിയല്ലയോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് എത്ര കൃത്യമായിട്ടാ കാര്യം പറയുന്നത്, എത്ര കൃത്യമായിട്ടാ നമ്മുടെ കർത്താവ് സംസാരിക്കുന്നത്. നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമല്ലയോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളെ കാണുന്ന ഒരു ദൈവമല്ലയോ, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു ദൈവമല്ലയോ. ഇന്ന് പകൽക്കാലം ആ കർത്താവ് ചോദിക്കുക, നീ ഇതുവരെ പ്രസവിച്ചിട്ടില്ലല്ലോ, നീ ഗർഭം ധരിച്ചിട്ടില്ലല്ലോ, നീ ഒരു കുഞ്ഞിനെ ആമേൻ അണച്ചിട്ടില്ലല്ലോ, പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒരു മറുപടി തരാൻ പോകുക. ഇന്ന് വരെയും കർത്താവേ, പല ആമേൻ ഇതിനകത്ത് വിവാഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പലരുടെയും വിവാഹം നടക്കുമ്പോൾ വിവാഹ വേദിയിൽ ഇരുന്ന് കരഞ്ഞിട്ട് ചോദിക്കും, കർത്താവേ, എന്റെ കുഞ്ഞിന്റെ മറുപടി എന്നാ വെളിപ്പെടുന്നത്? ആമേൻ, എന്റെ കുഞ്ഞിനു വേണ്ടി ദൈവം ഒരുക്കുന്ന വാതിൽ എന്നാ തുറക്കുന്നത്? ശൂമരകൾ കനകറച്ചു അക്ഷരവൗടമന്യ. അവരോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുക. പ്രിയ ദൈവമക്കളെ, ആമേൻ, നിങ്ങളെ കാണുന്ന ഒരുവൻ പറയാ, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ, പക്ഷെ നീ ഇനി വലിയത് കാണാൻ പോകുക, വലിയത് നീ കാണാൻ പോകുക. ആമേൻ, താമസിക്കുന്ന വിഷയത്തിന്റെ റിസൾട്ട് വലുതാണെന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മകന്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്, ഒരു വിടുതലുണ്ട്. അത് മറഞ്ഞിരിക്കുക. അത് തക്ക സമയമാകുമ്പോൾ ആത്മാവ് അതിനെ പുറത്തു കൊണ്ടുവരും. മനോഹയ്ക്കും ഭാര്യയ്ക്കും നേരത്തെ കർത്താവ് ആമെ തലമുറയെ കൊടുക്കാമായിരുന്നില്ലേ? പക്ഷെ അവളെ മച്ചി എന്ന് പറഞ്ഞ് അവൾ ആയിരുന്ന് അവൾ നിലവിളിക്കുമ്പോൾ അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ ഒരു തലമുറയല്ല നിനക്ക് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ തലമുറയ്ക്ക്, നീ ഗർഭം ധരിക്കുന്ന നിന്റെ അവസ്ഥയ്ക്ക് ദൈവവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്, ദൈവവുമായിട്ട് വലിയൊരു ഉടമ്പടിയുണ്ട്. ദൈവത്തിന്റെ പ്രത്യേക പ്ലാനാണ് നിന്റെ ഉദരത്തിൽ ഉരുവാക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ മറുപടിക്ക്, നമ്മുടെ താമസിക്കുന്ന റിസൾട്ടുകൾക്ക് കുറിച്ചിട്ടോ ഒരു മഹത്വം കാണാൻ പോകുക. താമസിക്കുന്ന റിസൾട്ടിന് ഒരു മഹത്വം നിങ്ങൾ കാണും. വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം പറ, കർത്താവേ സ്തോത്രം, ഞാനൊരു മഹത്വം പ്രതീക്ഷിക്കുക. എന്റെ ഈ വിഷയത്തിന് ഞാനൊരു മഹത്വം കാണുക. എന്റെ ഈ ശുശ്രൂഷയിൽ ഞാനൊരു മഹത്വം പ്രതീക്ഷിക്കുന്നു. കർത്താവേ, ഞാൻ അതിനായിട്ട് കാത്തിരിക്കുന്നെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേര് പറയുന്നു? അവർക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കുമെന്ന് ആത്മാ വ്യക്തമായിട്ടും ഇടപെടുക. ഉടമൻ ആശാപി നായർ കർത്തൃദാസി പ്രാർത്ഥിച്ചോ, മഹത്വം പ്രതീക്ഷിച്ചോ, ശുശ്രൂഷയ്ക്കകത്ത് മഹത്വം പ്രതീക്ഷിച്ചോ, വെളിപ്പാടിൽ മഹത്വം പ്രതീക്ഷിച്ചോ, ദേശത്ത് അത്ഭുതം പ്രതീക്ഷിച്ചോ.
അറകടകറകറ്റുന മെക്കിതോ റിക്കത്തു റിക്കത. ദൈവാത്മാവ് തൊടുന്നവർക്ക് ഇരിക്കാനൊക്കത്തില്ല. ദൈവാത്മാവ് സ്പർശിക്കുന്നവർ ചലിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിന്റെ ചലനം അവരുടെ ഉള്ളിൽ ചിലതൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ഒരു വിഖണ്ഡന മൗഢമന്യ ചിലരുടെ വിഷയത്തിനകത്ത് ശത്രു വിട്ടിരിക്കുന്ന ചില ഡേറ്റുകളെ കർത്താവ് ക്യാൻസൽ ചെയ്തിട്ട് ദൈവത്തിന്റെ ആ ഡേറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ സമയമായി. ഇന്ന് പകൽക്കാലം ഷേബ ടെന്നീസ് ദൈവാത്മാവ് പറയുന്നു, മകളെ പ്രാർത്ഥിച്ചോ, ചില ഡേറ്റിലേക്ക് പ്രവേശിക്കാൻ സമയമായി, ചില വാക്തത്വത്തിലേക്ക് കാലുവെക്കാൻ സമയമായി. ഈ ദിവസങ്ങളിൽ നീ എഴുന്നേറ്റ് പ്രകാശിച്ചോ. ഒരു വിഖണ്ഡന മൗഢമന്യ അൽക്കന റിഗസ്യാഥന മൗഢ സത്തമന മൗഢമന്യ. കർത്താവ് പറയുന്നു, പ്രാർത്ഥനയിൽ നീ ഉണർന്നോ, ശക്തിപ്പെട്ടോ. ചില കാര്യം നീ കാണാൻ സമയമായി. യോബ് പറഞ്ഞതുപോലെ അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ ചിലത് കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ ചിലത് കാണും. ദാസി വിശ്വാസത്തോടെ ദിവസം ഏറ്റെടുത്തോ. ശകമാനിയ രക്തോ റികംബരവ അടത്തിക്കടകൾ കനാറികറ്റുന. കർത്താവ് എന്നോട് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോവും, എങ്കിലും എന്റെ തെയ്യ നിന്നെ വിട്ട് മാറത്തില്ല. എന്റെ തെയ്യ നിന്നെ വിട്ട് മാറത്തില്ല. മകളെ പലരും മാറി, പലരും മാറി. പലരും നിന്നെ വിട്ട് മാറി, പലരും നിന്നെ വിട്ട് അകന്നു. പക്ഷെ എന്റെ തെയ്യ നിന്നെ വിട്ട് മാറത്തില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് എന്റെ ദാസിയോട് ദൈവാത്മാവ് തൂത് വിളിച്ച് പറയാ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ഇവിടെ മനോഹയുടെ ഭാര്യയോട് പറഞ്ഞൊരു ദൂതുണ്ട്, നീ ഒരു മകനെ പ്രസവിക്കും ആക്കിയ നീ സൂക്ഷിച്ചു കൊള്ളുക. നിനക്ക് തന്നിരിക്കുന്നത് എന്താണെന്നറിയാം? നിന്റെ അകത്തൊരു ഇതൊരു ആത്മാവിന്റെ ഒരു ദൂത. അകത്ത് നിന്നിൽ ഒരു ആത്മജനനം നടന്നിരിക്കുകയാ. നിന്റെ അകത്തൊന്ന് ഉരുവായിക്കൊണ്ടിരിക്കുക. നിന്റെ അകത്തൊരു വെളിപ്പാട് ഉരുവാക്കുക. നിന്റെ അകത്തൊരു ദർശനം ഉരുവാക്കുക. നിന്റെ അകത്തൊരു കർത്താവുമായിട്ടുള്ള അനോയിന്റ്മെന്റ് നിന്റെ അകത്ത് വെളിപ്പെടുമ്പോൾ നീ വളരെ സൂക്ഷിച്ചു കൊള്ളണം. നീ മറ്റുള്ള സ്ത്രീകളെ പോലല്ല, മറ്റുള്ള സഹോദരിമാരെ പോലെയല്ല. ആദ്യം നീ സൂക്ഷിച്ചു കൊള്ളണം. കാരണം നിന്റെ അകത്ത് ഉരുവായിരിക്കുന്നത് ദൈവത്തിന്റെ വാക്തത്വമാ. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് ദൈവാത്മാ പറയുന്നു, നമ്മളൊരു വാക്തത്വം പേര് നടക്കുന്നവരാ. നമ്മൾ അകത്തൊരു ദൈവിക സാന്നിധ്യം പേര് നടക്കുന്നവരാ. അകത്തൊന്നുണ്ട്. മറ്റുള്ള സ്ത്രീകളെ പോലല്ല നമ്മൾ സെപ്പറേറ്റ് ഉള്ളവരാണ്. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയട്ടെ. സദൃശ്യവാക്യം 14 പറയുന്നുണ്ട്, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയട്ടെ, ഭോഷത്വമുള്ളവളോ തന്റെ കൈകൾ കൊണ്ട് അത് പൊളിച്ചു കളയും. ജ്ഞാനമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. ജ്ഞാനമുള്ള സ്ത്രീയുടെ ലക്ഷണം എന്താ? അവൾ യഹോവ ഭക്തിയുള്ള സ്ത്രീയാണ്. സ്തോത്രം. യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ ലക്ഷണം എന്താ? അവൾ ജ്ഞാനത്തോടെ വാ തുറക്കും. ദൈവമുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. സ്ത്രീകൾ വാ തുറന്നാൽ അവരുടെ നാവിൽ വരുന്നത് ദയയുള്ള ഉപദേശം. ജ്ഞാനത്തോടെ അവൾ വാ തുറന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. ജ്ഞാനത്തോടെ അവൾ പെരുമാറും. വീട്ടിൽ എല്ലാ കാര്യങ്ങളും അവൾ ജ്ഞാനത്തോടെ ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നത് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അലങ്കാരം പിന്നിയ തലമുടിയോ പൊന്നോ മോടിയുള്ള വസ്ത്രങ്ങളോ ഒന്നുമല്ല. സ്തോത്ര. സാവധാനമുള്ള, സൗമ്യതയുള്ള, അക്ഷയഭൂഷണമായ ഹൃദയത്തിനകത്തിരിക്കുന്ന ഒരു ഗൂഢ മനുഷ്യനാ. നമ്മുടെ അകത്തൊരു ഗൂഢ മനുഷ്യൻ ഇരിപ്പുണ്ട്. അതെന്താണ്? സാവധാനമുള്ള, സൗമ്യതയുള്ള, ഒരകത്തിരിക്കുന്ന ഒരു ഗൂഢ മനുഷ്യന്റെ ആ അലങ്കാര വസ്ത്രം അണിഞ്ഞാണ് പണ്ടുള്ള പ്രത്യാശ വെച്ചിരുന്ന സ്ത്രീകൾ അവർ തങ്ങളെ തന്നെ അലങ്കരിച്ചിരിക്കുന്നത്. ഇന്നിടുന്നത് പോലെ ലിപ്സ്റ്റിക് ഇട്ടോ, ഇന്നിടുന്നത് പോലെ ഫേഷ്യൽ ഇട്ടോ ഒന്നും ഒരുങ്ങിയല്ല പണ്ടത്തെ സ്ത്രീകൾ അലങ്കരിച്ചിരുന്നത്. ചൂടപറ. അവർ മൂടുപടമിട്ട് അവരുടെ ഭർത്താക്കന്മാർ വരുമ്പോൾ അവർ തലയിൽ മൂടുപടമിട്ട് അവർ എഴുന്നേറ്റ് അവരെ ബഹുമാനിക്കുന്ന അനുഭവം. ചൂരവസന്തര. പ്രിയ ദൈവമക്കളെ, കാലഘട്ട ചക്രം തിരിഞ്ഞു വന്നപ്പോൾ സ്തോത്ര പല സ്ത്രീകൾക്കും ബഹുമാനം അറിയത്തില്ല, പല സഹോദരിമാർക്കും പലതും അറിയത്തില്ല. സഭായോഗങ്ങളിൽ പോലും പലതും മോടി പിടിപ്പിച്ച് കടന്നു വരുന്നത് കാണുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ചിന്തിക്കണം, നീ നിന്നെ തന്നെ അലങ്കരിച്ചിരിക്കുന്ന വിശുദ്ധയായ കുഞ്ഞാടിന്റെ ഒരു കാന്തയാണോ നീ? എവിടൊക്കെയോ തകർന്നു പോയ ആത്മീയമണ്ഡലത്തെ പിടിച്ചെടുക്കുവാൻ ഈ പ്രാർത്ഥനാ കൃപ അനുഗ്രഹമായി തീരട്ടെ.
കുഞ്ഞാടിന് വേണ്ടി ദേവാന്റി കർത്താവ് ക്ഷേത്രദാസി ദൈവാത്മാവ് പറയുന്നു ദൂത് ആമേ കുഞ്ഞാടിന്റെ കാന്ത ഒരുക്കുന്ന ഒരു വലിയ ശുശ്രൂഷ പോലെ ഇതിനെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകുക. അപ്പന്റെ വരവിലേക്ക് ആമേൻ ഏൽപ്പിക്കുവാൻ ഒരു പ്രത്യാശ വെച്ച ഒരു കൂട്ട സഹോദരിമാരെ, വിളക്കിൽ എണ്ണയുള്ള ബുദ്ധിയുള്ള ആമേ റീക്കാമന ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുവാൻ പ്രിയ കർത്തൃദാസിയെ ദൈവം അധികാരപ്പെടുത്തട്ടെ. പ്രിയതേ മക്കളെ, നമുക്ക് ചിലതിനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നമുക്കാകാം. ഇന്നത് വേണ്ടെന്ന് നമുക്കൊന്ന് വെക്കാം. നമുക്കൊന്ന് മടങ്ങി വരാം. എന്നിട്ട് കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ പിടിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അഭിഷേകം നിന്നെ കാത്തിരിപ്പുണ്ട്, ഒരു വെളിപ്പാട് കാത്തിരിപ്പുണ്ട്, ഒരു ദർശനം കാത്തിരിപ്പുണ്ട്. ആമേൻ. ഐഫോണിലായിരിക്കുന്ന ആന്റിയോട് ദൈവാത്മാവ് പറയുന്നു, ആന്റി ആ ബ്ലാക്ക് കോട്ട് ആന്റിയോടാ പറയുന്നേ. ഐഫോണിൽ എനിക്ക് പേരില്ല, ആ കറുത്തൊരു ബ്ലാക്ക് ഉടുപ്പിട്ടിരിക്കുന്നേ ഓക്കെ. ദൈവാത്മാവ് പറയുന്നു, ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവിന്റെ ചലനം ഈ ദിവസങ്ങളിലുണ്ട്. അങ്ങനെ ഇരിക്കുന്നെങ്കിൽ അകത്തൊരു തീയ, അങ്ങനെ ഇരിക്കുന്നെങ്കിൽ അകത്തൊരു തീയുണ്ട്, ഒരു വെളിപ്പാടുണ്ട്. ചിലതിനു വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആത്മാവ് എന്നോട് സംസാരിച്ചു. ഈ ദിവസങ്ങൾ ആന്റി പ്രാർത്ഥിച്ചോ. ആ ഇരിക്കുന്ന ഏത് രാജ്യമാണെന്ന് എനിക്കറിയത്തില്ല, എവിടെ ഇരുന്നാലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചാൽ മതി. ചില പ്രവൃത്തികൾ, ചലനങ്ങൾ ചുറ്റുപാടുകളിൽ സംഭവിക്കും. ചില കുഞ്ഞുങ്ങളിൽ സംഭവിക്കും, യൗവനക്കാരിൽ സംഭവിക്കും. നീ കരയുന്ന ചില വിഷയമുണ്ട്. വീട്ടിന്റെ ഭാരമോർത്തൊന്നുമല്ല കരയുന്നത്. കർത്താവിന്റെ വരവിങ്കിൽ ആരൊക്കെ പോകും കർത്താവേ, ഒരുക്കപ്പെടും കർത്താവേ. ഉടമനെ ഞാൻ ഉടമൻ എന്നെ ഒരുക്കണമെന്ന് പറഞ്ഞ് കരയുന്ന എന്റെ ദാസിയെ, നിന്നോട് ദൈവാത്മാവ് പറയുന്നു, പറഞ്ഞതുപോലെ ഇപ്പോഴും പണ്ടത്തെ പോലെ ഒരു ആരോഗ്യം എനിക്കുണ്ട്. പടവെട്ടുവാനും പൊരുതുവാനും പ്രാർത്ഥനയിൽ നീ ചില ഹെബ്രോൻ മലകളെ തകർക്കും, ചില അനാട്യ ശക്തികളെ തകർക്കും. ഈ ദിവസങ്ങളിൽ നീ ചില കോട്ട പിടിച്ച കർത്തൃദാസിയ, എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എങ്ങനെ പറയുന്നു. ആത്മാവിന്റെ വലിയൊരു അനോയിന്റ്മെന്റ് പിന്നെ എന്റെ ദാസ്യമേൽ പകരുകയ മകളെ. പലർക്കും പലതും പറയുന്നതെന്ന് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇഷ്ടപ്പെടണ്ട. എന്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു കാന്ത എനിക്ക് ആവശ്യമാ. എന്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു കാന്ത എനിക്ക് ആവശ്യമാ. എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. പരിശുദ്ധം എനിക്കറിയത്തില്ല, ഇന്നലെ തൊട്ട് തുടങ്ങിയതാ ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ഒരു കരച്ചിൽ, അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഒന്ന് എഴുന്നേൽക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാൻ ഉണരാമോ? ഒന്ന് കരയാമോ? ദൈവസന്നിധിയോട് പാർട്ടിയിരിക്കാമോ? കർത്താവ് ഇന്ന് പറഞ്ഞത് എന്താ? ദൈവദാസിയിലോട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. ഇന്നത്തെ ഈ പ്രാർത്ഥന ആ പർവ്വതത്തോടൊന്ന് കയറുന്നതാവട്ടെ, പർവ്വതത്തോടൊന്ന് അടുക്കുന്നതാവട്ടെ. ഹൃദയം പൊട്ടുന്ന വേദന അകത്തുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം ആ അപ്പന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് കയറി ചെല്ല്. ദൈവാത്മാവ് നിങ്ങളെ മറ്റൊന്നിലേക്ക് എത്തിക്കാൻ സമയമാണ്, മറ്റൊന്നിലേക്ക് എത്തിക്കാൻ സമയമായി. പറഞ്ഞൊരു ദൂതുണ്ട്, അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നെ പരിശുദ്ധാത്മ പല വചനങ്ങളിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകാം. എസ്തേർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലും. രാജാവിന്റെ അടുക്കൽ ചെല്ലും. നിയമപ്രകാരമല്ലെങ്കിലും, കഴിഞ്ഞ ദിവസത്തെ ഒരു മീറ്റിംഗിൽ ഞാൻ എടുത്തൊരു മെസ്സേജാ, നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലും. കാരണം അവൾ ഇരുന്നത് ആരുടെ മുൻപിലാണെന്നറിയാമോ? ഉന്നതനും മഹാ ഉന്നതനും അതിനു മീതെ അത്യുന്നതനുമായ ഒരുവന്റെ പാദപീഠത്തിൽ ഇരുന്നിട്ട് അവൾ എഴുന്നേറ്റ് ചെന്നിട്ട് ധൈര്യത്തോടെ പറയുക, നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ ചെല്ലും.
കാരണം അവർക്ക് ഒരു ഉറപ്പുണ്ട്, ഞാൻ ഇരുന്നത് ഒരു അത്യുന്നതന്റെ കീഴിലാണ്, അവിടെയാണ് എന്റെ വിഷയത്തെ ഞാൻ സമർപ്പിച്ചത്. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയുന്നു, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചെല്ലുന്ന എസ്റ്റേറിനു വേണ്ടി കാത്തു നിന്നത്, ആമേൻ ആമേൻ, സ്തോത്രം സ്തോത്രം, ആമേൻ, ന്യായവിധിയുടെ ഒരു ദൂതല്ല, പകരം മറുപടിയുടെ ഒരു പൊൻചെങ്കോൽ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന എസ്തേറെ, പ്രാർത്ഥിക്കുന്ന എസ്തേറെ, ഉപവസിക്കുന്ന എസ്തേറെ, നിയമ വിരോധമാകട്ടെ, സകലത് പ്രതികൂലമാകട്ടെ, നിന്നെ പരിഹസിക്കട്ടെ, നിന്റെ ജാതിയെ ചൊല്ലി കളിയാക്കട്ടെ, നിനക്ക് കഴിവില്ലെന്ന് പറയട്ടെ, നീ ജോലി ചെയ്യുന്നിടത്ത് നിന്നെ മാറ്റി നിർത്തട്ടെ, നിന്റെ കുടുംബത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തട്ടെ, നിന്റെ തലമുറയെ നോക്കി നീ കരയുന്നുണ്ടെങ്കിൽ എസ്തേറെ, നീ ഭാരപ്പെടരുത്. നീ അത്യുന്നതന്റെ പാദപീഠത്തിൽ നിന്റെ വിഷയത്തെ വെച്ചിട്ട് നീ ധൈര്യത്തോടെ കയറി ചെല്ല്. നിനക്ക് വേണ്ടി നിയമത്തെ ചലിപ്പിച്ച്, നിയമത്തെ തിരിപ്പിച്ച്, നിന്റെ മറുപടിയുടെ ആമേൻ അടഞ്ഞ വഴികളെ ആമെ തിരിപ്പിച്ച് കറക്കി, നിന്റെ വിഷയത്തെ തിരിച്ചു കറക്കി. ഓ റഖച്ചുനി ബിരിയാം ധര റബസിഖമാനിയ അടകൽ കൗഡമനിയ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിന് ദൂത് കൈമാറിയ ചിലരുടെ വിഷയത്തെ, ചിലരുടെ തലമുറകളുടെ വിഷയത്തെ, ചിലരുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ, ചില സഭയുടെ വിഷയങ്ങളെ കർത്താവ് തിരിപ്പിക്കാൻ സമയമായി. ചിലത് റിസൾട്ട് തിരിപ്പിക്കാൻ സമയമായി. വ്യക്തമായി പ്രാർത്ഥിച്ചോ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഇതിനകത്ത് ചില ദൈവ പ്രവർത്തികളെ ആത്മാവ് കൽപ്പിക്കും. ചൂര മസ്കല ഭൗതിമിനിയ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ചിലരുടെ കണ്ണുനീര് ദൈവം തുടയ്ക്കാൻ സമയമായി. ആണ്ട് കഴിഞ്ഞപ്പോൾ സാറായെ സന്ദർശിച്ചതുപോലെ വാഗ്ദത്തം പറഞ്ഞത് ഈ മീറ്റിംഗ് എന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അന്ന് മുതലുള്ള വാഗ്ദത്തങ്ങൾ ഈ 2025 പെൻഡിങ് അല്ലെന്ന് കർത്താവ് പറയുന്നു. പെൻഡിങ് അല്ല, കർത്താവ് സന്ദർശിക്കുന്ന ടൈം. ശൂര ഇതിനകത്തുനിന്ന് ഒരു കൂട്ടത്തെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കും. ഒരു കൂട്ടം ശുശ്രൂഷിക്കുന്ന സഹോദരിമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരു കൂട്ടം ദർശനമുള്ളവരെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. വെറും ഒരു മീറ്റിംഗ് പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ ദൈവാത്മാ പറയുന്നു, കർത്തൃദാസിക്കും കർത്തൃദാസനും ദൈവം ദർശനം കൊടുത്ത് തുടങ്ങിയതായത്, ദൈവം പറഞ്ഞു തുടങ്ങിയതായത്. ഇതിനകത്ത് കയറുന്ന ഒരു വ്യക്തി പോലും ഒരു ആത്മാവിന്റെ ഒരു ടച്ചെങ്കിലും ഇല്ലാതെ ഇതിനകത്ത് നിറങ്ങത്തില്ലെന്ന് ആത്മാവിനോട് വ്യക്തമായി ദൂത് പറയുക. ചുമ്മാ വന്നിരുന്നിട്ട് പോകാൻ വന്നാൽ പോലും നിന്റെ ദൈവം തൊട്ട് മാത്രമേ ഇതിനകത്തൊന്ന് വിടത്തുള്ളൂ. ഇതിനകത്തൊന്ന് ചിലരെ സ്നാനപ്പെടുത്തും. ചിലർ ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കും. ചിലർ ഇതിനകത്തിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കും. ചിലർ ഇതിനകത്ത് ഉടമൻ ആന്റി ദൈവാത്മാ പറയുന്നു, വ്യക്തമായിട്ട് ദർശനമുള്ളതിനെ മാത്രമേ ശുശ്രൂഷയ്ക്ക് ഇതിനകത്ത് അയക്കത്തുള്ളൂ. കർത്താവ് അവിടെ ഇവിടെ കിടക്കുന്നതിനൊന്ന് പിടിച്ച് ഇതിനകത്ത് കൊണ്ടുവരത്തില്ലെന്ന് ആത്മാവ് ദാസിയോട് ദൂത് പറയുക. ഇതിനകത്തൊരു ചലനം കർത്താവിന് ആവശ്യമോ, ഇതിനകത്തൊരു ചലനം കർത്താവിന് ആവശ്യമോ. ഇന്ന് പകൽക്കാലം ആമേ ഇതിനകത്ത് വില കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടാ ഈ ശുശ്രൂഷയ്ക്ക് തന്റെ ദാസി ഈ മീറ്റിംഗ് ഇന്ന് ഓപ്പൺ ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുന്നു, ഇതിനകത്ത് ചില റിസൾട്ട് ഉണ്ട്, ഇതിനകത്ത് ചില റിസൾട്ട് ഉണ്ട്. എഴുതിയിട്ടോ, ചില റിസൾട്ട് ഉണ്ട്, ചില മറുപടി ഉണ്ട്. സഹോദരിമാരെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാൻ സമയമായി. അതുകൊണ്ട് നീ സൂക്ഷിച്ചു കൊള്ളണം. നീ ചിലതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കണം. കാരണം നിന്റെ അകത്ത് കിടക്കുന്നത് വാഗ്ദത്തമുള്ളതാ. ഈ ലോകത്തിന്റെ ചില സുഖങ്ങൾക്ക് വേണ്ടി നിന്റെ വാഗ്ദത്തത്തെ നീ ഇല്ലാതാക്കല്ലേ, നീ തച്ചുടയ്ക്കല്ലേ. ഇതിനകത്തുനിന്ന് ദേവോറമാർ എഴുന്നേൽക്കണം. ഇതിനകത്തുനിന്ന് യായേൽമാർ എഴുന്നേൽക്കണം. ഇതിനകത്തുനിന്ന് എസ്തേർമാർ എഴുന്നേൽക്കണം. ഓ റീബാശാന്തരബൗഡ, ഇതിനകത്തുനിന്ന് സമർപ്പണമുള്ള ഹന്നമാർ എഴുന്നേൽക്കണം. മക്കളെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്ന ആമേ മനോഗെ പോലെ ഭാര്യമാർ എഴുന്നേൽക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു കൂട്ടത്തെ ഇതിനകത്തുനിന്ന് വാർത്തെടുക്കുവാൻ. പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഭാരപ്പെടരുത്. ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന സമയമാ. കർത്താവ് ഇങ്ങനെ പറയുന്നു, ആമേ സ്തോത്രം. അവിടെ പറഞ്ഞു, നീ സൂക്ഷിച്ചു കൊള്ളുക, നീ ഒന്നും തുടരുത്. ആമേൻ. അവള് ചെയ്തൊരു കാര്യം അവൾക്ക് അറിയത്തില്ല. ദൂത് കേട്ടപ്പോൾ അവൾ ഓടി വന്ന് അവളുടെ ഭർത്താവിനോട് വിവരം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭർത്താവായിരുന്നു ആ ആമേൻ. ആ മകൻ പോയി ആമേൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആമേൻ ആമേൻ. ഭാര്യ പറഞ്ഞ ദൂത് കേട്ടിട്ട് ആ ഭർത്താവ് ഭാര്യയോടല്ലേ പറഞ്ഞത്, നീ വലിയ വെളിപ്പാടുകാരിയാണോ, നീ വലിയ ശുശ്രൂഷക്കാരിയാണോ എന്നൊന്നും ചോദിച്ച് ഭർത്താവ് പരിഹസിച്ചില്ല. ആമേൻ. ആ ഭർത്താവ് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. ആ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൂതൻ ആമേ മനോഹയോട് ആമേ കാര്യങ്ങളെ സംസാരിച്ചു. അതുപോലെ വീണ്ടും സ്ത്രീയോട് ദൂത് പിന്നെ കൈമാറി. അവരിരുവരും ആ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, എനിക്ക്
എനിക്ക് വെളിപ്പാടുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവിനെ മാറ്റി നിർത്തരുത്. എനിക്ക് വലിയ കൃപയുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവിനെ തള്ളിക്കളയരുത്. ആ ആമേ ഭർത്താവിനെ കൂടെ ചേർത്ത് നിന്റെ കാര്യങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് കാര്യങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്താൽ അതിനകത്ത് ചില പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാ, ആമേൻ, താൻ ഗൾഫിൽ വേറൊരു രാജ്യത്ത്, ഭാര്യ വേറൊരു രാജ്യത്ത്, മക്കള് രണ്ടും രണ്ടിടത്ത്. ഉടമന് ആന്റി, ആമേൻ, സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എങ്ങനാ? ഒരു തരത്തിൽ അവൾ മടങ്ങി വരുന്നില്ല. ഊരപശാന്തരവും ഒത്തുചേരാൻ കഴിയത്തില്ല. ഇളയ കുഞ്ഞു പറയാ, എനിക്ക് മമ്മിയെ വേണ്ടേ വേണ്ട. പ്രിയതേ മക്കളെ, പെന്തക്കോസ്തുകാരുടെ കുടുംബം ഇന്ന് പകൽക്കാലം നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കണം. ചൂടമന അക്സനവൗടമന്. ഇന്ന് രാവിലെ ഞാൻ അവൾക്ക്, എന്നെ അറിയത്തില്ലെങ്കിലും അവളുടെ നമ്പർ മേടിച്ചിട്ട് ഞാൻ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജ് ഞാൻ രാവിലെ തോറും ഇടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വചനം ക്രിയ ചെയ്യും. മനുഷ്യർ പറഞ്ഞില്ലെങ്കിൽ വചനം അവളുടെ ഉള്ളിൽ ക്രിയ ചെയ്യും. ചൂറപത്തുന. ക്ഷമിക്കാൻ മനസ്സില്ല പ്രിയതേ മക്കളെ, സഹിക്കാൻ മനസ്സില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സില്ല, ഭർത്താവ് പറയുന്നത് കേൾക്കാൻ മനസ്സില്ല. ഭർത്താവ് പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആമെ ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ടിരുന്നാൽ, ആമെ സ്തോത്രം, അവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. കുടുംബം ഛിന്ന ഭിന്നമാകത്തില്ല, കുടുംബം നഷ്ടപ്പെട്ടു പോകത്തില്ല. ചൂറമന ഘടകറകറ്റുന അക്സന. രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടിടത്ത്, ഒന്ന് അമ്മയുടെ കുടുംബത്തിൽ, ഒന്ന് അപ്പന്റെ കുടുംബത്തിൽ. ഭാര്യയ്ക്ക് ജോലി ഉള്ളത് കൊണ്ട് അവൾ ആ സ്റ്റാൻഡിൽ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ ഈ വചനം അവളുടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. വചനം അവളുടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. ഇതുവരെ അതിന്റെ റിസൾട്ട് പൂർണ്ണമായി വന്നില്ലേലും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ ഇടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ബാക്കി ദൈവം ചെയ്തു കൊടുക്കും. ഞാൻ ആ മകനോടും പറഞ്ഞു, മോനെ, നീ ഒന്നും പറയാൻ പോകണ്ട, നീ ഒന്നും തർക്കിക്കാൻ പോകണ്ട. പ്രാർത്ഥനാ മുറിയിൽ അവളെ സ്നേഹിക്കാൻ ഒരു മനസ്സ് കൊടുക്കാൻ നിനക്ക് തരണേ കർത്താവേ. എന്ത് കാര്യത്തിലാണ് എന്നിൽ നിന്ന് അകന്നു പോയി, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ദൈവം എനിക്കൊരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആന്റി, ഞാൻ ഏറ്റെടുക്കുന്നു ദൂത്. ഒരു ദൈവദാസനോട് ഞാൻ കുറ്റം പറയല്ല, ഒരു പ്രവാചകനോട് പറഞ്ഞപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, അവളെ എടുത്ത് കളഞ്ഞിട്ട് നിനക്ക് വേറൊന്നിനെ കല്യാണം കഴിച്ചു. ചൂതറത്തിന. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ പ്രമാണമുണ്ട്, ദൈവം യോജിപ്പിച്ചതിനെ വേർപിരിക്കരുതെന്നു. അതിനകത്ത് വരുന്ന തിന്മയെ കഷ്ടങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് എടുത്ത് കളയുകയല്ല. ഇന്ന് ഒരു മാസം കല്യാണം കഴിഞ്ഞാൽ അടുത്ത മാസം ഡൈവോഴ്സിന്റെ സംഖ്യ കൂടിക്കിടക്കുന്ന ഈ സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം മക്കൾക്ക് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ശക്തമായി പ്രാർത്ഥിച്ചോണം. എന്റെ ഭവനത്തിൽ കയറി വരുന്നത് ദൈവത്തിന്റെ പദ്ധതിയല്ലാത്ത ഒന്നിനെ എന്റെ കുടുംബത്തിൽ വരരുത്. ഇന്ന് പകൽക്കാലം കരയുന്ന ഒരു മാതാവിന് വേണ്ടി ദൈവം ഒരു എലയാസറിനെ പുറപ്പെടുവിച്ച് അവർക്ക് വേണ്ടി ഒരു അത്ഭുതമായ മറുപടി റിസൾട്ട് കൊണ്ടു തന്നെ മാനിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇവിടെ പറഞ്ഞതുപോലെ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ വാഗ്ദത്തം നിവർത്തി അവരുടെ മേൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ഇങ്ങനെ പറയുന്നത്, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയട്ടെ. ഒരു പണി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭർത്താവുണ്ട്, കുടുംബമുണ്ട്, സമൂഹമുണ്ട്, നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുണ്ട്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാം ഇപ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. ലാവണ്യം വ്യാജവും സൗന്ദര്യവും വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീ അവൾ പട്ടണത്തിൽ പ്രശംസിക്കപ്പെടും. ചിലരെന്നോട് എന്നാള് ഒരു ദൈവദാസി എന്നോട് പറഞ്ഞു, ദൈവദാസി എന്ന് പറയാനൊക്കത്തുള്ള ഒരു വിശ്വാസി, അവരെന്നോട് പറഞ്ഞതാ, റീന, നമ്മൾ ഉടുക്കുന്ന പട്ടുസാരിയുടെ വിലക്കകത്താ നമ്മൾക്ക് മാന്യത കിട്ടുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ല ആന്റി, തെറ്റിപ്പോയി. ചൂറ പത്തുന ഭൗഷസ് നീ ഉടുക്കുന്ന സാരിയുടെയോ നീ ഉടുക്കുന്ന രാജ്യത്തിന്റെ വിലയൊന്നും അല്ല ദൈവം കൽപ്പിക്കുന്നത്. യഹോവ ഭക്തിയുള്ള ഒരു സ്ത്രീയാണോ? സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത് ആ ആന്റിയെ കാണുമ്പോൾ നമുക്കറിയാം. ഇവിടെ ഞാൻ ഈ പേബ ആന്റിയെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ദൈവപ്രസാദ ആന്റിയോട് തോന്നിയ എന്ന് വെച്ചാൽ ഒരു നല്ല പക്വത എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു നല്ല പക്വത എല്ലാത്തിനും. സ്തോത്രം. എന്താ പക്വത എന്ന് പറഞ്ഞ കാര്യങ്ങളെ അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. ഇതൊന്നും വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയൊന്നും അല്ല. ദൈവം തരുന്ന ജ്ഞാനമാ, ദൈവം തരുന്ന കൃപയാ, ദൈവം തരുന്ന അഭിഷേകമാ. അതുകൊണ്ടാണ് ശൂനേമിലെ സ്ത്രീയുടെ മകൻ മരിച്ചപ്പോൾ അവൾ ആ മാളിക മുറിയിൽ കിടത്തിയിട്ട് ഭർത്താവിനോട് പോലും പറയാതെ ആ കാര്യം അവൾ കൈകാര്യം ചെയ്തു.
ശൂരഭശൻ പ്രാർത്ഥനാ മുറിയിൽ അവൾ കൈകാര്യം ചെയ്തു. പ്രവാചകന്റെ അടുക്കൽ പോയി ആ പ്രവാചകനെ കൊണ്ടുവന്ന് അവൾ ആ മുറിക്കകത്ത് കയറ്റി ആ പ്രവാചകനിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നല്ല ദർശനമുള്ള വിവേകമുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവൾ. ആമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ ഒരു വിഷയം കടന്നു വന്നാൽ, നമ്മുടെ മുൻപിൽ ഒരു പ്രശ്നം കടന്നു വന്നാൽ, പ്രിയ ദൈവമക്കളെ, നമ്മൾ വിവേകത്തോടു കൂടെ ആ കാര്യം നെറ്റുപോയല്ലോ. ദീപൽ പ്രൗഢമനി അന്തൽക്കടക ദീപനപരവ ദീപലവൗഢ ശാന്തരവൗഢമനിയ. നമ്മളെ ആമേ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമുക്ക് 10 മണിക്ക് മീറ്റിംഗ് ചെയ്യണമല്ലോ ചിലർക്ക് വേണ്ടി. ആന്റി മീറ്റിംഗ് നിർത്തിയിട്ട് പ്രാർത്ഥിക്കണ്ടായി. അത്യാവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണ്ടേ. നമുക്ക് ഇന്ന് പകൽക്കാലം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് കൃത്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മുടെ അപ്പച്ചന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പറഞ്ഞതുപോലെ അരുളി ചെയ്തതുപോലെ നമ്മളോട് സംസാരിച്ച ദൂത് സന്ദർശിക്കാൻ സമയമായി. ആ വാഗ്ദത്തത്തെ ഇന്ന് കയ്യിലെടുത്ത് സ്തോത്രം ചെയ്യാൻ സമയമായി. ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം തരുന്ന റിസൾട്ട് മച്ചി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ വിഷയത്തെ, അവൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തെ ദൈവം തൊടാൻ സമയമായി. ദൈവത്തിന്റെ സന്ദർശനം അയക്കാൻ സമയമായി. അതുകൊണ്ട് ദൈവസന്നിധി ഈ ദൂതിന്റെ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ആമേൻ, എന്നെ തൊടുന്ന ദിവസമാ, എന്റെ വിഷയത്തെ തൊടുന്ന ദിവസമാ. ആമേൻ, എഴുതി തള്ളിയ എന്റെ സബ്ജക്റ്റിനെ പരിശുദ്ധാത്മാവ് കയ്യേൽക്കുന്ന ദിവസമാണെന്ന് വ്യക്തമായിട്ട് ദൂതേറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടച്ച് നമുക്ക് ഇന്ന് പകൽക്കാലം ഒരു വാക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവേ, നീ ഞങ്ങളോട് അരുൾ ചെയ്ത ദൈവശബ്ദത്തിനായി സ്തോത്രം. തന്റെ ജനത്തെ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെ സ്വർഗം അനുഗ്രഹിക്കണം. കർത്താവ് അരുൾ ചെയ്ത സന്ദർശിക്കുന്ന ദൂതികളെ സന്ദർശിക്കുന്ന ആലോചനകളെ സന്ദർശിക്കുന്ന ഇതിനകത്ത് എത്ര ഡിവൈസിൽ ആമേൻ ആൾക്കാർ കയറിയിട്ടുണ്ടോ അവരെ ഒക്കെയും ഒന്നുപോലും ഇടാതെ എന്റെ കർത്താവ് സന്ദർശിക്കുന്ന ദിവസമാക്കി ഇന്നത്തെ പകൽക്കാലം കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം. കർത്താവ് തന്നെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന സുഖം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.